നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് പോലും ഒരുപക്ഷെ എന്നോ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുണ്ട കറുത്ത ഗോളമായി മാറിയ പ്രകാശം നശിച്ചുപോയി മരിച്ചുപോയ നക്ഷത്രങ്ങളെ മനുഷ്യൻ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ആ ലൈറ്റ് കാണുമ്പോൾ പറയും നക്ഷത്രമാണ് എന്ന്. പക്ഷേ ആ നക്ഷത്രങ്ങളിൽ പലതിൻ്റെയും യഥാർത്ഥമായ അവസ്ഥയിൽ അത് എന്നോ മരിച്ചുപോയി കാണും. ഡാർക്ക് മാറ്ററുകളായി നക്ഷത്രങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ അത്രമേൽ ദൂരത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള നക്ഷത്രത്തിന്റെ ആ പ്രകാശം ഇപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ കാണുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന നക്ഷത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രമാണ്. പ്രോക്സിമ സെഞ്ചുറിയുടെ അടുത്ത് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 4 വർഷം എടുക്കും. 4 വർഷം മുമ്പ് പുറപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഖുർആൻ ഇതിനെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണെന്ന്, എത്ര ദൂരെയാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സാധനമാണ് സൂര്യപ്രകാശം. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ, മിനിറ്റിലല്ല, മണിക്കൂറിലുമല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ സൂര്യനിൽ നിന്ന് ആ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഓരോ സെക്കൻഡിലും 3 ലക്ഷം. അപ്പൊ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 8 മിനിറ്റും 14 സെക്കൻഡും എടുത്തിട്ട് സൂര്യപ്രകാശം ഇങ്ങോട്ട് എത്തുന്നത്. ആ സൂര്യനെയാ നമ്മൾ കാണുന്നത്. നമ്മൾ കാണുമ്പോഴേക്കും ആ സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും. സൂര്യൻ ഒരു നക്ഷത്രമാണ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടും മനുഷ്യൻ തർക്കിക്കുകയാണ്. فلا أقسم بمواقع النجوم. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. എത്ര ദൂരങ്ങളിലാണ് അല്ലാഹു കൊണ്ടുപോയി വെച്ചത്. ഇതൊരു അത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞു ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾക്കറിയുമെങ്കിൽ, അതിന് ശാസ്ത്ര പരിജ്ഞാനം വേണം, പഠനങ്ങൾ ഗവേഷണങ്ങൾ പുരോഗമിക്കണം. അത് പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാഹു സത്യം ചെയ്യുന്ന ഈ സത്യത്തിന്റെ പ്രസക്തി എന്താണ്. ഇൽമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. ഇങ്ങനെല്ലാം ഖുർആൻ പറഞ്ഞു. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. എല്ലാം സുതാര്യമായി സ്പഷ്ടമായി വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നതിന് ശേഷവും മനുഷ്യൻ തർക്കിക്കുകയാണ്. ദൈവമുണ്ടോ ഇല്ലയോ? ദുരിതമുണ്ടായതാണോ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ഒരു കാര്യം ഉറപ്പാണ്, ജീവൻ എന്ന് പറയുന്ന സാധനം, നമുക്കൊക്കെ ജീവനുണ്ട്, ചെടികൾക്ക് ജീവനുണ്ട്, സസ്യലതാദികൾക്കടക്കം ജീവനുണ്ട്. ജീവൻ, ലൈഫ് cannot emerge from a non-living thing. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയില്ല എന്നത് ശാസ്ത്രീയ സത്യമാണ്. അതുകൊണ്ട് ജീവനുണ്ടായത് it should be from a source of life. ജീവുള്ള ഒരാളിൽ നിന്നേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്കാണ് ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത്. വെറുതെ എവിടുന്ന ജീവൻ ഉണ്ടായത് വലിയ ചർച്ചയാണ്. ചിലർ പറയും കടലിൻ്റെ ഉള്ളിൽ നിന്നാണ്, ചിലർ പറയും അന്തരീക്ഷത്തിൽ നിന്നാണ്, ചിലർ പറയും മണ്ണിൽ നിന്നാണ്, ചിലത് പറയും വായുവിൽ നിന്നാണ്. വേറൊരു അഭിപ്രായം സയന്റിസ്റ്റുകൾ പറയുന്നത് സ്പേസിൽ നിന്ന് വന്നതാണ് ജീവൻ. ഇതൊക്കെ പറയുന്ന സയന്റിസ്റ്റുകളുണ്ട്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. ഈ ഓരോ സയന്റിസ്റ്റുകളും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായപ്പെടാൻ കാരണം ഈച്ച് ആൻഡ് എവ്രിവൺ ബിലീവ്സ്
the other one is desperately wrong. ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല എവിടുന്ന ജീവൻ ഉണ്ടായത്. ഓരോരുത്തരും പറയാം മറ്റോ പറഞ്ഞ തെറ്റാണ്. وجعلنا من الماء كل شيء حي, എല്ലാ ജീവുള്ളതിനെയും നാം ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ ഹയ്യും ഖയ്യൂമുമായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതൊക്കെ പറഞ്ഞെന്നാലും ചില ആളുകളെങ്കിലും നാസ്തികവാദത്തിലേക്ക് പോകുന്നത് കാണുന്നില്ലയോ? അവർ തർക്കിക്കുകയാണ്. വഖാനൽ ഇൻസാനു അക്തറ ഷൈഇൻ ജദലാ, അതുകൊണ്ട് മനുഷ്യനോട് താർക്കികനാകരുത് എന്ന് ഉണർത്തുകയാണ് അല്ലാഹു. വകാനൽ ഇൻസാനു ഖതൂറാ, അല്ലാഹുവിൻ്റെ ഖജനാവുകൾ കയ്യിൽ കിട്ടിയാലും മനുഷ്യൻ പിശുക്കും എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഔദാര്യശീലമുള്ളവനാകണം എന്ന് പഠിപ്പിക്കുകയാണ്. കടലിൽ അല്ലാഹു കോളിളക്കത്തിൽ പേടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നവരെ അല്ലാഹു രക്ഷപ്പെടുത്തുമ്പോൾ കരയിലേക്ക് വന്നിട്ട് മുഖം തിരിഞ്ഞ് നടക്കുന്നവരോട് വകാനൽ ഇൻസാനു കഫൂറാ, മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണല്ലോ എന്ന് പറയുന്നത് മനുഷ്യനോട് ഷാക്കിറാവണം, നന്ദിയുള്ളവനാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, കുറച്ചാളുകളെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا, നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ മനുഷ്യൻ ശർറിനു വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? പടച്ചവനെ എനിക്ക് ഇന്ന ജോലി വേണം, ഇന്ന ജോലി വേണം, അവിടെ ആ കമ്പനിയിൽ എനിക്ക് ജോലി വേണം, ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറായി കയറണം, ആ കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം. നിങ്ങൾ ഓരോന്ന് ആലോചിക്കുകയും അത് അല്ലാഹുവിൻ്റെ മശീഅത്തിന് വിടാതിരിക്കുകയും ചെയ്ത് അല്ലാഹുവേ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറയേണ്ടതിന് പകരം എനിക്ക് അത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതാകാം. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, അവിടെയുള്ള നിങ്ങളുടെ ഒരു കൊളീഗ്, കൂടെ ജോലി ചെയ്യുന്ന ആള്, അയാളോട് വല്ല കശപിശയുണ്ടായി, അടിപിടി ഉണ്ടായി, വല്ല കൊലപാതകവും നടന്നാൽ നിങ്ങൾക്ക് സങ്കടാവൂലേ? ജോലി വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ ആ ജോലിക്ക് കയറി, നിങ്ങളുടെ ദീനും ഇഖ്ലാസും എല്ലാം നഷ്ടപ്പെട്ടു, നിസ്കാരം ഇല്ലാണ്ടായി, നിങ്ങൾക്ക് വഴിവിട്ട ബന്ധങ്ങളായി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ജോലി വേണ്ടില്ലായിരുന്നു. പടച്ചവനെ എനിക്ക് ഇന്നവളെ തന്നെ കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവളിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ദാമ്പത്യ സൗഭാഗ്യം അല്ലാഹു നൽകണമെന്നില്ല. ഇന്ന ആള് തന്നെ വേണം എൻ്റെ ഭർത്താവ് എന്ന് ശാഠ്യം പിടിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അയാളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനോട് ഏതൊരു കാര്യവും തീരുമാനിക്കുമ്പോൾ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യണം. ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ ദുആ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, പുണ്യ നബി തങ്ങളെ കുറിച്ച് സ്വഹാബിമാര് പറയുമായിരുന്നു, കാന യുഅല്ലിമുനാ, ഹബീബായ നബി തങ്ങൾ ഇസ്തിഖാറത്തിന്റെ ദുആ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഅലമു വലാ അഅലം വതഖ്ദിറു വലാ അഖ്ദിറു വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്റെ അപാരമായ ഇൽമിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, എനിക്ക് നീ തെരഞ്ഞെടുത്തു തരണം, ഇഖ്തിയാർ നീ ചെയ്യണം റബ്ബേ. എനിക്കെന്താണ് ഖൈർ എന്ന് എനിക്കറിയൂല റബ്ബേ, നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഖൈറായത്. അങ്ങനെ ചോദിക്കാവൂ. നമ്മൾ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, കാരണം ഞാൻ അറിവില്ലാത്തവനാണ് അല്ലാഹുവേ, എല്ലാം അറിയുന്നവൻ നീയാണ്.
അള്ളാഹുവിന് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ്. കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ടായവരാണ്, നാളെ ഇല്ലാത്തവരാണ്. അള്ളാഹു ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ്. അള്ളാഹു ഖാലിഖുൽ വഖ്തി, ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന ഈ സമയം ഇല്ലാതിരുന്നപ്പോഴും അല്ലാഹു ഉണ്ട്. വകാൻ, അല്ലാഹു അന്നുമുണ്ട്. വലാ യസാലു യകൂൻ, അല്ലാഹു എന്നും ഉണ്ടാകുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. അല്ലാഹുവിൻ്റെ ഇൽമ് എല്ലാം ഒരുപോലെയാണ്, പെർഫെക്റ്റ് ആണ്. എല്ലാം അറിയുന്നവനെ റബ്ബേ നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഹബീബായ നബി ഞങ്ങൾ ദുആ ഇറക്കാൻ പഠിപ്പിച്ചു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക റബ്ബേ, നീ എനിക്ക് കഴിവ് തരണമേ. എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത്, നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയുമുള്ളത്. വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ്. ഫഇന്നക തഅലമു വലാ അഅലം, നിനക്കറിയാം എനിക്കറിയില്ല റബ്ബേ. വതഖ്ദിറു വലാ അഖ്ദിർ, നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനായ സർവജ്ഞനായ അല്ലാഹുവേ. ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വദുനിയായ വആഖിബതി അംരി വആജിലിഹി വആജിലിഹി, പടച്ചവനെ ഞാൻ ഈ മുന്നിടുന്ന വിഷയം, എൻ്റെ കോഴ്സ്, എൻ്റെ യൂണിവേഴ്സിറ്റി, എൻ്റെ കച്ചവടം, എൻ്റെ മകളുടെ വിവാഹം, എൻ്റെ വീടിൻ്റെ തുടക്കം, എൻ്റെ കച്ചവടത്തിൻ്റെ ആരംഭം, എന്തോ ആകട്ടെ, ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി, ഇതെനിക്ക് ഖൈറാണെന്നാണ് റബ്ബേ നിന്റെ അറിവിലുള്ളത് എങ്കിൽ, ഫീ ദുനിയായ, ഈ ദുനിയാവിലും, വആഖിബതി അംരി വആജിലിഹി വആജിലിഹി, ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്കിത് ഗുണമാണെങ്കിൽ, ഫഖ്ദുറുഹു ലീ, അതെനിക്ക് സാധ്യമാക്കി തരണേ. വയസ്സിറുഹു ലീ, അതെനിക്ക് എളുപ്പമാക്കി തരണേ. അല്ലാഹുവേ നീ വഖ്ദുർ ലിൽ ഖൈറ ഹൈതു കാൻ, പടച്ചവനെ എവിടെയാണെങ്കിലും എനിക്ക് നീ നന്മ വരുത്തേണമേ. വഇൻ കുൻത തഅലം അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വദുനിയായി, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും, ആജിലി അംരി വആജിലിഹി, ഈ ലോകത്തും പരലോകത്തും ഞാൻ ഈ മുന്നിടുന്ന വിഷയം എനിക്ക് ഉപദ്രവമാണെങ്കിൽ, ഫസുരിഫുഹു അന്നി, എന്നിൽ നിന്ന് അതിനെ തട്ടിമാറ്റേണമേ. വസുരിഫിനി അൻഹു, എന്നെ അതിൽ നിന്ന് മാറ്റിത്തരേണമേ. വഖ്ദുർ ലിൽ ഖൈറ ഹൈതു കുൻത്, ഞാൻ എവിടെയാണെങ്കിലും റബ്ബേ എനിക്ക് ഖൈർ തരേണമേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിത് ഇപ്പൊ വേണം. പടച്ചവനെ ജോലിക്ക് വിളിച്ചു, PSC വിളിച്ചു, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, പബ്ലിഷ് ചെയ്തു. എൻ്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട്, എന്നെ വിളിച്ചില്ലല്ലോ. പേടിക്കരുത്, ഭയപ്പെടരുത്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ فورب السماء والأرض إنه لقسم مثل ما أنكم تنطقون. അല്ലാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത്, എന്ത് നിങ്ങൾക്കാവില്ല എന്ന് അല്ലാഹു ജല്ല ജലാലു ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല. അന്ന ജിബ്രീൽ അലൈഹിസ്സലാം നഫത ഫീ റൗഇ, ജിബ്രീൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു. ഏതൊരു നഫ്സും ആ നഫ്സിന് കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല. മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും, അതിലൊരിഞ്ച് പോലും കുറയില്ലെന്നും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധൃതിപ്പെടരുത്. ഇന്ന ഫീക ഖസുലതൈൻ, അശജ്ജ അബ്ദ് ഖൈസേ, നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു വറസൂലുഹു, ആ രണ്ട് സ്വഭാവം അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു, ഒന്ന് സഹനമാണ്.
വൽ അനാ, രണ്ടാമത്തേത് അവധാനതയാണ്. കാര്യങ്ങളെ കരുതലോടെ സൂക്ഷ്മതയോടുകൂടെ സമയമെടുത്ത് ചെയ്യുക എന്നതിനാണ് അനാത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. ക്ഷമിക്കാൻ കഴിയാതെ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം നീനവക്കാരിൽ നിന്ന് ഓടിപ്പോയത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സയ്യിദനാ യൂനുസ് ഇബ്നു മത്തായുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം നീനവ എന്ന് പറയുന്ന ഇറാഖുകാരനാണ്. ഇറാഖിൽ വന്ന നബിയാണ്. ത്വായിഫിൽ ഒരു അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്തീയ അടിമയെ നബി തങ്ങൾ കണ്ട ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ത്വായിഫിലേക്ക് ചെന്നപ്പോ അവിടുത്തെ ആളുകൾ ഹബീബിനെ കല്ലെടുത്തെറിഞ്ഞോടിച്ചപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖർനു തആലിബിൽ വന്ന് കാലിലെ ചോര ഒലിക്കുന്ന രംഗം കണ്ട് വേദനിച്ച് തളർന്ന് കിതച്ച് വിഷന്നരായി ദുഃഖിതരായി നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരൽപ്പം മുന്തിരിയുമായി കടന്നു വന്ന അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരനായ മനുഷ്യൻ പുണ്യനബി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലി ആ ഭക്ഷണം കഴിച്ചപ്പോ അദ്ദാസ് ചോദിച്ചു, ഇത് ഏതാണ് ഈ വാക്ക്? നിങ്ങൾ എന്താണ് ഈ ചൊല്ലുന്നത്? ഈ നാട്ടുകാരും ഇങ്ങനെ പറയാറില്ലല്ലോ. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദാസ്. എവിടുത്തുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. ഇറാഖിലെ നീനവക്കാരനാണോ? യൂനുസ് ഇബ്നു മത്തായുടെ നാട്ടുകാരനാണോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. അപ്പോ അദ്ദാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ യൂനുസ് ഇബ്നു മത്തായെ എങ്ങനെയാണ് നിങ്ങൾക്കറിയുന്നത്? പറഞ്ഞു, പ്രവാചക ശൃംഖലയിലെ എൻ്റെ സഹോദരനാണവർ. അവർ നബിയായിരുന്നു, ഞാനും നബിയാണ് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തി. അങ്ങനെ ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച മഹാനായ അദ്ദാസ് റളിയല്ലാഹു അൻഹുവിന്റെ നാടാണത് നീനവ. നീനവയിൽ യൂനുസ് അലൈഹിസ്സലാം വന്നു. യൂനുസ് നബിയുടെ മഖാമുകൾ കാണുന്നത് ഫലസ്തീനിലാണ്. മഖാമുകളുണ്ട്, ദരീഹുണ്ട്, മഖാമുകളുണ്ട്. മഖാം എന്ന് പറയുന്നിടത്ത് അവര് ഇബാദത്തിനിരുന്ന സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. ഫലസ്തീനിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ ഖാൻ യൂനുസ് എന്നിങ്ങനെ കാണും. യൂനുസ് അലൈഹിസ്സലാം ഇബാദത്തിനിരുന്ന സ്ഥലമാണത്. ഫലസ്തീനിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ യൂനുസ് നബിയുടെ ഒരു മഖാമ് കാണും. അവിടെ ഖബറില്ല. അവിടെ അവരുടെ ശരീരം, മഹാനവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലമല്ല അത്. പക്ഷെ ഖബർ പോലെ കാണിക്കും. അത് മഖാമാണ്. ഖബർ കിടക്കുന്നത് യാഫയിലാണ്. യൂനുസ് അലൈഹിസ്സലാം ആ ഒരു പ്രദേശത്തുകാർക്ക് വെളിച്ചമായി വന്ന അള്ളാഹുവിന്റെ റസൂൽ. ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. നാട്ടുകാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു കൊടുത്ത ആളുകൾ സ്വീകരിക്കാതെ വരുമ്പോ നിരാശ വരും. യൂനുസ് നബിക്ക് നിരാശ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ യൂനുസുൻ റസൂലുള്ളാഹ്. അന്നത്തെ ഷഹാദത്ത് അങ്ങനെയാ. യൂനുസ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. അന്ന് നബി തങ്ങളില്ലല്ലോ, യൂനുസ് നബിയാണ് അന്നത്തെ റസൂൽ. അപ്പൊ ആ കാലഘട്ടത്തിലെ റസൂൽ ആരോ അവരായിരിക്കും അവർ പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്. ഇബ്രാഹിം നബിയുടെ കാലക്കാർ അങ്ങനെയാ പറയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഈസ റസൂലുള്ളാഹ്. ഈസ നബിയുടെ ആളുകൾ അങ്ങനെയാ പറയേണ്ടത്. യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോയി. കല്ലുകളെ ആരാധിക്കുന്ന, രൂപങ്ങളെ, ശില്പങ്ങളെ ആരാധിക്കുന്നവരോട് നിങ്ങളെ പടച്ച തമ്പുരാൻ, ഈ പ്രപഞ്ചം പടച്ച റബ്ബ് പ്രപഞ്ചത്തിന് അതീതനാണ്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണപ്പെടുന്നവനല്ല, സർവശക്തനാണവൻ. ആ റബ്ബാണ് ജനനവും മരണവും നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത്? ഇത്ര എളുപ്പമുള്ള വിഷയം എന്തുകൊണ്ട് മനസ്സിലാവില്ല, എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന നിരാശയിൽ മഹാനായ യൂനുസ് അലൈഹിസ്സലാം കപ്പൽ കയറിപ്പോയതാണ്. ചരിത്രം നമുക്കറിയാലോ. കടലിലേക്ക് എറിയപ്പെട്ടതും വലിയൊരു മത്സ്യം വന്ന് വിഴുങ്ങിയതും وَذَنُّونِ إِذْ ذَهَبَ مُغَاضِبًا. ദേഷ്യപ്പെട്ട് മഹാനായ യൂനുസ് അലൈഹിസ്സലാം നീനവ കടന്ന് മഹാനവറുകൾ കപ്പൽ കയറിപ്പോയി. അല്ലാഹുവിന്റെ ഒരു അനുമതിക്ക് കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടായില്ല.
എന്തേ അവർ തൗഹീദ് സ്വീകരിക്കാത്തത്? ഇനിയും ഞാൻ ഇവരുടെ കൂടെ നിന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് നാട് വിടാണ്. പക്ഷെ അള്ളാഹുവിന്റെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. നൂനിന്റെ ആൾ യൂനുസ് അലൈഹിസ്സലാം. നൂൻ എന്നാൽ മത്സ്യം എന്നും അർത്ഥമുണ്ട്. നൂൻ, നമ്മളിവിടെ നൂൻ പ്രൊജക്റ്റ് അതല്ല കേട്ടോ. നറിഷിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നീഡി പേഴ്സൺസ്. ആവശ്യക്കാർക്ക് അവസരങ്ങളും അവരുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു സംരംഭമാണിത്. ഇൻഷാ അല്ലാഹ്. തൊഴിലില്ലായ്മ രഹിത മഹൽ, ഒരു വലിയ വിചിത്രമായ ഒരു ക്യാപ്ഷനാണിത്. വളരെ മനോഹരമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റിസ്ക് ഒരു വിഷയമാണ്. റിസ്ക്കിന്റെ മാർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റു പല സോഷ്യൽ അനാർക്കി അതിൻ്റെ പിന്നിലൂടെ കടന്നു വരും. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മഹല്ലിനെ അള്ളാഹു സുദൃഢമായി കാത്തു രക്ഷിക്കട്ടെ, എല്ലാ മഹല്ലുകളെയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് നമ്മുടെ നൂൻ. ഖുർആൻ ഒരു നൂൻ പറഞ്ഞു. വദന്നൂൻ. പിന്നെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. സൂറത്തുൽ ഖലമിലൊരു നൂനുണ്ട്. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه. نقدر عليه എന്ന് പറഞ്ഞാൽ കുടുസാവുക. റിസ്ക് കുടുസാവുക എന്ന് പറയില്ലേ? ഖുദിറ അലൈഹി ഫലൻ നഖദിറ അലൈഹി വظن أن لن نقدر عليه. യൂനുസ് നബി അല്ലാഹുക്ക് കിട്ടൂല എന്ന് തോന്നി, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അല്ലാഹു യൂനുസ് അലൈഹിസ്സലാമിനെ കാര്യങ്ങൾ ഞെരുക്കമാക്കി കൊടുക്കുമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം എന്തേ ചിന്തിക്കാതെ പോയത്? وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച്, നീലത്തിമിംഗലമല്ല, ആംബർ തിമിംഗലം എന്ന് പറയും. ആംബർ വെയിൽ. അതിനാണ് മനുഷ്യന് വിഴുങ്ങാനുള്ള തൊണ്ടയുള്ളത്. അതായിരിക്കണം അല്ലാഹു അലം. അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രത്യേകമായൊരു ഒരു മറൈൻ സ്പീഷീസ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയിരിക്കണം. ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇരുളിന്റെ രാത്രിയുടെ കടൽ, തിരമാലകളുടെ കടലിന്റെ അടിത്തട്ടിലിന്റെ ഘനീഭവിച്ച ഇരുട്ടുകൾക്ക് മേൽ ഇരുട്ട്. അവിടെ വെച്ച് ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻസ്. അല്ലാഹുവേ, ആരാധനക്കർഹനായവൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. സുബ്ഹാനക്, നീ ഏറ്റവും വലിയ പരിശുദ്ധനാണ് റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു റബ്ബേ, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്യുന്നു യൂനുസ് അലൈഹിസ്സലാം. ആ ദുആ കാരണം അല്ലാഹു കരയിലേക്ക് മത്സ്യത്തെ കൊണ്ടുവന്നു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മഹാനവറുകൾ പോയതിനേക്കാളും മെച്ചമുള്ളൊരു സമുദായമായിട്ടാണ് കാണുന്നത്. അല്ലാഹു തൗബ സ്വീകരിച്ചു. മഹാനവറുകളെ അല്ലാഹു സ്വീകരിച്ചു. അവരുടെ പശ്ചാത്താപം അല്ലാഹു കബൂൽ ചെയ്തു. മഹാനവറുകൾ ചെന്നു നോക്കുമ്പോൾ 100,000 അതിലേറെയോ വിശ്വാസികൾ നീനവ എന്ന ആ ഒരു ഗ്രാമത്തിൽ തന്നെയുണ്ട്. ക്ഷമയില്ലാതെ പോയ ഒരു അവസ്ഥയെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രബോധകന്മാർക്ക് നല്ല ക്ഷമ വേണ്ടി വരും, നല്ല ക്ഷമ. അല്ലാഹു നമ്മുടെ ഉമ്മത്തിൽ ഖൈറു ചെയ്യട്ടെ, അല്ലാഹു നന്മ ചെയ്യട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ മനസ്സിനെ അല്ലാഹു എന്നും ഒരുമയിലും സ്നേഹത്തിലും ഒരേ മനസ്സായി അല്ലാഹു നിലനിർത്തി തരട്ടെ. ചിലപ്പോഴെങ്കിലും പൊതുപ്രവർത്തകർക്ക്, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നിരാശ വരും. ഇതെന്താ പറഞ്ഞു കൊടുത്തിട്ട് നന്നാവാത്തത്, എന്താ ഈ വീറും വാശിയും, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങള് എന്നിങ്ങനെ തോന്നിയിട്ട് മനസ്സിനൊരു മടുപ്പ് വരിക സ്വാഭാവികമാണ്. പക്ഷെ മടുപ്പ് വരാൻ പാടില്ല. അല്ലാഹു ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കും. എല്ലാം ശരിയാവും, എല്ലാം റാഹത്താകും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാക്കി തരട്ടെ. വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്ന, ക്ഷമ കുറഞ്ഞ ആളാണല്ലോ. ക്ഷമ വേണം.
ക്ഷമ വലുതാണ്. ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ നാവിൽ നിന്ന് തൊലാഖിൻ്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടു പോയിട്ട് 3 തൊലാഖും എന്ന് ഉച്ചരിച്ചു പോകും ഭാര്യയോട് ദേഷ്യം പിടിക്കുമ്പോൾ. എന്നിട്ട് പിന്നെ ഉസ്താദുമാരെ തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു ഉസ്താദ് ഇത് ഹലാലാക്കി തരുമോ, ഇത് 3 ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന വല്ല മസലയുണ്ടോ? അക്ഷമ കൊണ്ടുവരുന്നതാണത്. ക്ഷമയില്ലായ്മ കൊണ്ട്, അവധാനത, ഹിൽമില്ലാത്തതിൻ്റെ പേരിൽ ദേഷ്യമുണ്ടോ? മിണ്ടാണ്ടിരിക്കാനാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചീത്ത പറയുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലുന്ന ആളുകളെ. നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ നിയമം കൊണ്ട് കളിക്കുകയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇബ്നു അബ്ബാസ് ഇബ്നു അമ്മി റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന്റെ എളാപ്പയുടെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ഓടി വരും. എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട്, വമാദാ യസ്നഉ ഇബ്നു അബ്ബാസ്, ഞാൻ എന്തു ചെയ്യാനാണ്? നിങ്ങൾ ഓരോരുത്തരും യൽഅബു ബിഹമാഖതിഹി, ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചിട്ട് 1 തൊലാഖ് ചൊല്ലേണ്ട അടുത്ത് 3 ചൊല്ലിക്കളയും. എന്നിട്ട് നിങ്ങൾ കരഞ്ഞു നടക്കുകയാണ്, എൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചിട്ട് എന്തുകൊണ്ട് അവിവേകം ചെയ്തു എന്ന് മഹാൻ ചോദിക്കുകയാണ്. 3 ചൊല്ലിയ 3 ആവും, പക്ഷേ 1 ചൊല്ലാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 എന്നല്ലാതെ ഒറ്റയടിക്ക് ധൃതി പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് എത്രയെത്ര കുടുംബങ്ങൾ അനാഥമാകുന്നത്, എത്ര മക്കള് അനാഥമാകുന്നു, എത്ര വിധവകളാകുന്നു. മനുഷ്യന്റെ ദേഷ്യപ്പെടൽ. അതുകൊണ്ട് മഹാന്മാർ പറയും, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ത്വലാഖ് എന്ന വാക്കിനെ ഒരു പെട്ടിയിലാക്കി പൂട്ടി താക്കോലിട്ടിട്ട് കടലിന്റെ നടുവിൽ കൊണ്ടുപോയി എറിയണം. അത് പിന്നെ എടുത്തു കൊണ്ടുവരരുത്, നാവിൽ ഒരു കാരണവശാലും അത് വരരുത് എന്ന് പറയാറുണ്ട് മഹാന്മാർ. മനുഷ്യൻ ദേഷ്യം പിടിക്കുമ്പോൾ പിശാച് മനുഷ്യന്റെ തലയിൽ കയറി കളിക്കും, സ്വാഭാവികമാണ്. ശാപവാക്കുകൾ വന്നു പോകും. ബത്തുനുബുവാത്ത് എന്ന് പറയുന്ന ഗസ്വയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്വത്ത് ബത്തുനുബുവാത്തിൽ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് ഒരു ഒട്ടകപ്പുറത്തുണ്ട്. ആ പെണ്ണ്, അവരുടെ ഒട്ടകം എണീക്കാൻ ഇച്ചിരി പ്രയാസം, നടക്കുന്നില്ല. ആ ഒട്ടകത്തെ അടിച്ചു. ആ ഒട്ടകം മെല്ലെ അനങ്ങുന്നത്. അപ്പൊ പെണ്ണിന് ദേഷ്യം വന്നു. ഇംഷി അൻത മൽഊൻ, നടക്കൊട്ടകമേ നീ ശപിക്കപ്പെട്ട ഒട്ടകമാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞുപോയി. അത് കേൾക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആരാണ് ആ വാക്ക് പറഞ്ഞത്? ആ പെണ്ണാണ് നബിയെ. അവളോട് ഒട്ടകപ്പുറത്ത് ഇറങ്ങാൻ പറയണം. ഇറങ്ങാൻ പറഞ്ഞു. അവളുടെ സാധനങ്ങളെല്ലാം താഴെയിറക്കാൻ പറയണം. ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഇനി നമ്മളുടെ കൂടെ യാത്ര ചെയ്യരുത്. ഉത്റുഖൂഹാ ഫഇന്നഹാ മൽഊന, ആ ഒട്ടകം ശപിക്കപ്പെട്ടു പോയി അവളുടെ വാക്ക് കാരണം. ഇനി ആ ഒട്ടകത്തെ ഉപയോഗിക്കേണ്ട, അതിനെ അഴിച്ചു വിട്ടേക്കൂ എന്ന് പറയുകയും ആ പെണ്ണിന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. വലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ ദുആ ചെയ്തു പോകരുത്. വലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ ബൈക്ക്, നിങ്ങളുടെ കാറ്, വാഹനം എന്തോ ആകട്ടെ, അത് ലക്ഷണം കെട്ടതാണെന്ന് പറയാ, അങ്ങനെയൊന്നും പറയരുത്. ഫഇന്നഹു ലാ തുവാഫിഖു സാഅത ഇജാബത്തിൻ, ഒരുപക്ഷേ അല്ലാഹു തആല ഇജാബത്ത് നൽകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളുടെ വാക്കുകളെ അങ്ങ് സ്വീകരിച്ചു പോയേക്കും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളാ ചോദിച്ചത് സംഭവിച്ചേക്കും. അതുകൊണ്ട് ആരും അവനവൻ്റെ മക്കൾക്കെതിരെ, അവനവൻ്റെ സമ്പത്തിനെതിരെ, അവനവനെതിരെയും മോശപ്പെട്ട പ്രാർത്ഥനകൾ ധൃതി പിടിച്ച് പറഞ്ഞു പോകരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ വേദനയുള്ള ഒരു അനുഭവമുണ്ട്. സഅദ് തങ്ങളുടെ വീട്ടിലേക്ക് സ്വഹാബിമാർ വന്നപ്പോൾ 25 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൾ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ 25 വയസ്സുള്ള മകള്
5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഹൈറ്റേ ഉള്ളൂ. ആ കുട്ടി ഇങ്ങനെ മുമ്പിലൂടെ നടക്കുമ്പോൾ സഅദേ ഇത് ഏതാണ് ചെറിയൊരു കുട്ടി എന്ന് ചോദിച്ചു. ഇങ്ങനെ ചെറിയൊരു മോളുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. 20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണിത്. ഞാൻ വുളൂ ചെയ്യുമ്പോ അന്ന് 5 വയസ്സുണ്ടായിരുന്ന എൻ്റെ ഈ മകൾ, ഞാൻ വുളൂ എടുക്കുന്ന മൺപാത്രം തട്ടുകയും അത് പൊട്ടിക്കുകയും ചെയ്തപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഖതഅല്ലാഹു സിന്നകി, നിങ്ങളുടെ നിന്റെ വയസ്സിനെ അള്ളാഹു മുറിച്ചു കളയട്ടെ എന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയപ്പോൾ ആ പെൺകുട്ടിയെ അന്നത്തെ അതേ വയസ്സിൽ അള്ളാഹു നിലനിർത്തി കളഞ്ഞുപോയി. ആ കുട്ടി പിന്നെ വലുതായിട്ടില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയത് എൻ്റെ കുഞ്ഞിൽ ഫലിച്ചതാണ് കാണുന്നത്. ഇത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുതിർന്ന മോളാണ്. പക്ഷേ അന്ന് കണ്ട 5 വയസ്സിലേറെ ഈ കുഞ്ഞിൻ്റെ വയസ്സിന് വളരരുത് എന്ന ഒരു അർത്ഥമുണ്ട് ആ വാക്കിന്. ഖതഅല്ലാഹു സിന്നകി, നിന്റെ ആയുസ്സിനെ അവിടെ അല്ലാഹു മുറിച്ചു കളയട്ടെ എന്ന്. അവിടെ അങ്ങ് നിന്നുപോയതാണ്. ആ കുട്ടി പിന്നെ ഹൈറ്റ് വെച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചതും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ വേണ്ടാത്തതും ചോദിച്ചു വാങ്ങുന്നുണ്ടല്ലോ അല്ലാഹുവിനോട്. വേണ്ടാത്തത് ചോദിച്ചു വാങ്ങാണ് ഇവിടെ. അത് നിങ്ങൾ ചെയ്യരുതേ. മനുഷ്യൻ ധൃതിപ്പെടുന്നവനാണ്, വല്ലാതെ ധൃതിപ്പെടുന്നവനാണ്. ഒരവധാനതയോടുകൂടെ കാര്യം ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ഒരു നേരത്തെ ദേഷ്യത്തിനോ ഒരു നേരത്തെ ആവേശത്തിനോ അടിമയായി പറയാൻ പാടില്ലാത്തത് പറയുകയോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത് പ്രാർത്ഥിച്ചു പോവുകയോ ചെയ്യുന്നത് അപകടമാണ്. ലാ തദ്ഉ അലാ അൻഫുസികും വലാ അലാ ഔലാദികും വലാ അലാ അംവാലികും. നിങ്ങൾക്കെതിരായോ നിങ്ങളുടെ മക്കൾക്കെതിരായോ സമ്പത്തിനെതിരായോ നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. ആ പ്രാർത്ഥിക്കുന്ന സമയമെങ്ങാനും ഇജാബത്തിന്റെ നേരമാണെങ്കിൽ അല്ലാഹു ആ പറഞ്ഞതിനെ അങ്ങനെ സാധിപ്പിച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്ന ആളാണല്ലോ. അവധാനത എന്താ കാണിക്കാത്തത്? മനുഷ്യൻ എന്താണ് ചിന്തിക്കാത്തത്? മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയാണ് ചോദിച്ചത്, മൂസ നബിയെ, ഭൂമിയിൽ അങ്ങയേക്കാളും അറിവുള്ള ഒരാളിന് വേറെയുണ്ടോ? മൂസ അലൈഹിസ്സലാമിന് അറിവില്ലായിരുന്നു. ഖിദ്ർ അലൈഹിസ്സലാം എന്ന ലദുന്നിയായ ഇൽമുള്ള അല്ലാഹു നേരിട്ട് ഇൽമു നൽകുന്ന ഒരു മലക്കിൻ്റെയോ ഒരു പ്രവാചകന്റെയോ ഒരു സഹായമില്ലാതെ അല്ലാഹു ഖൽബുകളിലേക്ക് ഇൽമിൻ്റെ വെളിച്ചമെറിഞ്ഞു കൊടുക്കുന്ന ലദുന്നിയായ ഇൽമുള്ള ആളുകൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ട് എന്ന് മഹാനവറുകൾക്കറിയില്ലായിരുന്നു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അറിവുള്ള ആൾ. കാരണം അവർ റസൂലാണ്, ഖലീമുല്ലാഹിയാണ്, അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്. തൗറാത്ത് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന, ജൂതന്മാരെ വിളിക്കുന്ന വിശുദ്ധമായ തൗറാത്തിന്റെ ആ ഒരു സത്യസന്ധമായ ഗ്രന്ഥം മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ശരിക്കും പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പൊ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആള്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസ നബിയേ, നിങ്ങൾ എൻ്റെ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ കൂടെ നിങ്ങൾ യാത്ര പോകണമെന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര ചെയ്യാൻ പറഞ്ഞയച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഖിദ്ർ നബിയുടെ കൂടെ യാത്ര ചെയ്ത് മഹാനവറുകളുടെ കൂടെ ക്ഷമയോടെ നടന്ന് ഇൽമ് പഠിച്ചു വരാൻ വേണ്ടി അല്ലാഹു മൂസ നബിയെ പറഞ്ഞയച്ച രംഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഇൽമെന്ന് പറയുന്നത് ക്ഷമയോടുകൂടെ നേടിയെടുക്കാനുള്ളതാണ്. തൂലു സമാനിൻ ഇർഷാദു ഉസ്താദിൻ വതൂലു സമാനി. ഗുരുനാഥന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സമയമെടുത്ത് ആസ്വദിക്കേണ്ടതാണ് വൈജ്ഞാനിക യാത്രയെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽമിന് ക്ഷമ വേണം. നാട്ടിൽ കൂട്ടുകാരായ ആളുകളൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ പടച്ചവനെ എനിക്കതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് അറബി കോളേജിലും ദർസിലും പോകുന്ന മക്കൾക്ക് സങ്കടം തോന്നിയേക്കാം. ചിലപ്പോൾ അവർക്കൊക്കെ ലീവുണ്ട്, എനിക്ക് ലീവ് കിട്ടുന്നില്ലല്ലോ. അവരൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നല്ലോ, എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ. എനിക്ക് പഠിക്കാനുണ്ടല്ലോ, എനിക്കത് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ. ഖത്റുന്നത മനപ്പാഠമാക്കാനുണ്ട്, ഖുർആൻ ഹിഫ്ദ് ചെയ്യാനുണ്ട്, അൽഫിയ ബൈത്ത് പഠിക്കാനുണ്ട്, മസ്അലകൾ പഠിക്കാനുണ്ട്, കൂടെ സ്കൂളിലും പോകണം. ഇതൊന്നും എന്നെ കൊണ്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ ഒരു വേള മക്കളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി ചോദിച്ച ചോദ്യം ഓർമ്മ വരണം. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ ഖാല ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റാ. എൻ്റെ കൂടെ ക്ഷമയോടെ നിലകൊള്ളാൻ മൂസ നബിയെ നിങ്ങൾക്ക് കഴിയുമോ? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അഅസി ലക അംറാ. ഞാൻ ക്ഷമിക്കാം ഖിദ്ർ അലൈഹിസ്സലാം, ഞാൻ ക്ഷമിക്കാം. പക്ഷേ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ നിന്ന് അജലത്ത് സംഭവിച്ചു പോവുകയാണ്. അറിയാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള ലദുന്നിയായ ഇൽമ് മൂസ നബി അലൈഹിസ്സലാമിന് ഇല്ലായിരുന്നു. മൂസ നബിയുടെ കിതാബിന്റെ ഇൽമ് ഖിദ്ർ നബിയുടെ കയ്യിലില്ല. ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ഗൈബിയായ ഇൽമ് മൂസ നബിക്കും അറിയില്ല. രണ്ടും ഇൽമിന്റെ രണ്ട് തലങ്ങളാണ് എന്ന് വളരെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്ത ഭാഗമാണ് സൂറത്തുൽ കഹ്ഫ്. فوجدا عبدا من عبادنا آتيناه رحمة من عندنا. മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന അഖബ കടലും മെഡിറ്ററേനിയനല്ല, അഖബ കടലും അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും രണ്ട് കടലുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിന്റെ ഭാഗമായ ഷർമു ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെയാണ് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത് എന്ന് ചില നമ്മുടെ സമകാലികരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു അലം. മജ്മഉൽ ബഹ്റൈനിൽ മൂസ നബി അലൈഹിസ്സലാമിന് മഹാനവറുകളുടെ ഇൽമിന്റെ ആ ഒരു പരിധിക്കപ്പുറത്ത് നിൽക്കുന്ന അജ്ഞാനീയങ്ങളായ വിഷയങ്ങൾ അറിയുന്ന ഒരു മഹാജ്ഞാനിയായ നബിയുണ്ട്, ജീവിച്ചിരിപ്പുള്ള നബി. അതും വെള്ളത്തിൽ കടലിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായൊരു പ്രവാചകനെ, അത്ഭുതകരമായ ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായ അറിവുകളുടെ കലവറയായൊരു മഹാനെ അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളാണെങ്കിലും അവിടെ ക്ഷമിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അവർ യാത്ര ചെയ്ത കപ്പൽ ഖിദ്ർ അലൈഹിസ്സലാം അതിൻ്റെ ഒരു പലകയെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഖാല അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഇത ശൈഅൻ ഇംറാ. ഖിദ്ർ നബിയെ, എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്തത്. ഈ കപ്പലിന്റെ പലക നിങ്ങൾ പൊട്ടിക്കുകയോ? ഉടനെ ചോദിച്ചു മൂസ നബിയെ, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ ക്ഷമിച്ച് നിങ്ങൾക്ക് കൂടാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റാ. പറഞ്ഞു, മൂസ നബിയുടെ ക്ഷമാപണം വന്നു. ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. എനിക്കൊരു മാപ്പ് നൽകണം, പറ്റിപ്പോയി, അതുകൊണ്ട് എന്നോട് പോകണമെന്ന് പറയരുത്, ഒരു അവസരം കൂടെ തരണം. മൂസ നബി അലൈഹിസ്സലാം യാചിച്ചു വാങ്ങി. മഹാനായ ഖിദ്ർ അലൈഹിസ്സലാമിൽ നിന്നൊരവസരം കൂടെ അവർ വീണ്ടും യാത്ര പോവുകയാണ്. ഇതിനിടക്ക് നമ്മളൊരു ഈത്തപ്പഴ ചാലഞ്ചുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായൊരു പാക്കറ്റിൽ ഒരല്പം ഈത്തപ്പഴം നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം ഇവിടെ
ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ മഹലിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് മഹൽ എംപവർമെൻറ്റ്, നമ്മുടെ തൊഴിലില്ലായ്മ രഹിത മഹലടക്കമുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം നമ്മുടെ ആതുര ശുശ്രൂഷകളും സേവനങ്ങളും സഹായങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു പാക്കറ്റ്, ഒരു മിനിമം ഒരു 100 രൂപയിൽ കുറയാതെ നിങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഈ പ്രവർത്തകരുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കൊടുത്താലും എല്ലാവരും മഹല്ലുകാരാണല്ലോ അല്ലേ? ഓക്കെ, മുനവർ പറഞ്ഞ പിന്നെ കൊടുത്താലും മതി എന്നാണ്. അപ്പോൾ അത് വാങ്ങിച്ചു പോയിക്കോട്ടല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളത് വേണ്ട വിധത്തിൽ അത് സ്വീകരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാറക്കല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. യാത്ര പോവുകയാണ് അവർ. യാത്ര വീണ്ടും തുടർന്നു. ആ യാത്രയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം കുട്ടികളിൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ ഖദർ അലൈഹിസ്സലാം കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്നു. മൂസ അലൈഹിസ്സലാം ഇടപെട്ടു. ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്. നിരപരാധിയായൊരു ശരീരത്തെ, സംശുദ്ധമായൊരു ആത്മാവിനെ എന്തുകൊണ്ടാണ് ഖദർ നബിയെ നിങ്ങൾ ഞെരിച്ചമർത്തി കൊന്നത്? ലഖദ് ജിഅത ശൈഅൻ നുക്റാ. വളരെ മോശമായി പോയല്ലോ നിങ്ങൾ ചെയ്തത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. അതിനു മുമ്പ് പറഞ്ഞപ്പോൾ ഖാല അലം അഖുൽ ഇന്നക, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്. ഇപ്പൊ പറയുമ്പോൾ ഖാല അലം അഖുൽ ലക ഇന്നക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കഴിയൂല. നിന്നോട് എന്നൊരു ഗൗരവം ഈ രണ്ടാമത്തെ സംഭവത്തിൽ ഖദർ അലൈഹിസ്സലാം ലഖ എന്ന് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. പറഞ്ഞു മൂസ നബി, ഒരവസരം കൂടെ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടണ്ട. ചരിത്രം നിങ്ങൾക്കറിയുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പോകുന്നത് ആരുടെയോ വീഴാറായൊരു മതില്. ഖദർ അലൈഹിസ്സലാം അവിടെ പോയി നേരെയാക്കാൻ. ആ നാട്ടുകാരാണെങ്കിലോ ഒരിച്ച് വെള്ളം ഇവർക്ക് കുടിക്കാൻ പോലും കൊടുക്കാതെ പിശുക്ക് കാണിച്ച നാട്ടുകാരാണ്. അപ്പോൾ സ്വാഭാവികമായി മൂസ നബി ചോദിച്ചു, ഖദർ നബിയെ, ഈ മതിൽ ആരുടേതാണ് എന്ന് ചോദിച്ചൂടെ? എന്നിട്ട് ഞാൻ നന്നാക്കി തരട്ടെ, അതിന് പകരം ഒരു ഈത്തപ്പഴമെങ്കിലും എനിക്ക് പകരം തരുമോ കൂലിയായിട്ട് എന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ ഈ മതിൽ നന്നാക്കൽ എന്ന് ചോദിച്ചതിനാണ് ഇതുവരെ നടന്നതിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇതോടുകൂടെ ഞാനും നിങ്ങളും യാത്ര പിരിയുകയാണ്. എന്തേ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആത്മിക ജ്ഞാനമുള്ള ഗൈബിയായ വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവ് നൽകിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങളോ വലിയുകളോ ആയ മഹാന്മാരെ പരിചയപ്പെടാനോ കൂടെ നടക്കാനോ അവസരമുണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള വലിയ ക്ഷമ അവരുടെ മുരീദന്മാർക്ക് വേണ്ടി വരും. കാരണം നമുക്ക് പ്രാപ്യമല്ലാത്ത ഒരു ലോകമാണ് അവര് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. മൂസ നബി അലൈഹിസ്സലാം ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. കപ്പൽ പൊളിക്കേ പറഞ്ഞു, ഞാൻ കപ്പൽ പൊളിക്കാൻ കാരണം ഈ ചരിത്രമൊക്കെ പറഞ്ഞു എന്നിട്ട് പുണ്യനബി തങ്ങൾ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലൗ സബറ, മൂസ നബി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ലഖസ്സ അലൈനാ മിൻ അംരിഹി മാ ലം യഖുസ്, ഇതുവരെ പറയാത്ത പലതും, ഇതുവരെ നമ്മൾ കേൾക്കാത്ത പലതും ഇനിയും ഖദർ നബിയിൽ നിന്ന് കേൾക്കാനും കാണാനും മൂസ നബിക്ക് അവസരമുണ്ടാകുമായിരുന്നു. പക്ഷേ ക്ഷമ ഉണ്ടായില്ലല്ലോ. മൂസ നബിയോട് ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും അറിയാതെ ചോദിച്ചു പോയല്ലോ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ പൊളിച്ചതിന്റെ കാരണം പറഞ്ഞെടുത്തു. അവിടെ രാജാവ് നല്ല കപ്പൽ കണ്ടാൽ അവർ ആ രാജാവ് ഇത് പിടിച്ചെടുക്കും. ഒരു പലക പൊട്ടിച്ചു എന്ന് ഒരു കുഴപ്പമില്ല, രാജാവ് ഇത് കാണുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഈ മിസ്കീന്മാരായ ആളുകൾക്ക് അവരുടെ കപ്പല് തിരിച്ചു കിട്ടണം. അവർക്ക് അത് തിരിച്ചു കിട്ടേണ്ടത് അനിവാര്യതയാണ്. അവർ നമ്മളെ കൂലിയില്ലാതെ ടിക്കറ്റ് എടുക്കേണ്ടതില്ലാതെ നമ്മളെ കൊണ്ടുപോയവരല്ലേ. അതുകൊണ്ട് ആ പലക അവരൊന്ന് ഫിക്സ് ചെയ്തോളും, ആ കപ്പൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും
ഞാൻ അതിനാണത് ചെയ്തത്. കാരണം അവരെത്തിച്ചേരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയോ ആ പോർട്ടിൽ ഒരു രാജാവ് നല്ല കപ്പൽ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി വലുതായി വന്നാൽ ഒരു നാസ്തികനായി മാറുകയും അല്ലെങ്കിൽ പടച്ചവനില്ല എന്ന് പറയുകയും ആ കുഞ്ഞിന്റെ ഉമ്മയെയും ഉപ്പയെയും അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ കാരണമാവുകയും ആ ഉമ്മയും വാപ്പയും അവൻ കാരണം നരകത്തിലേക്ക് പോകാൻ ഇടയാകുമെന്ന് അള്ളാഹു എന്നെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ആ മതിൽ, അതിൻ്റെ താഴെ യതീമുകളുടെ സ്വത്തുണ്ടായിരുന്നു, അവരുടെ വാപ്പ കുഴിച്ചിട്ട് കൊടുത്തത്. ആ മതിൽ പൊളിഞ്ഞാൽ ആ വഴിക്ക് നടന്നു പോകുന്ന ആളുകൾ അത് കണ്ടെടുക്കും, അതവർക്ക് നഷ്ടമാകും. അത് നഷ്ടമാവാതിരിക്കാനാണ് ഞാനിത് ചെയ്തത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. മനുഷ്യനിൽ ധൃതി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വഖാനൽ ഇൻസാനു അജൂല, വല്ലാതെ ധൃതി കാണിക്കുന്നത്, മനുഷ്യൻ അക്ഷമ കാണിക്കുന്നത് നിയന്ത്രിക്കണം എന്ന് പറയുകയാണ് ഇവിടെ.